പുതിയൊരു USS ക്ലാസ്സിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. നമ്മൾ മാത്സ് ടോപ്പിക്സ് ആണ് ഇപ്പൊ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കിന്ന് ആദ്യമായിട്ട് ഒരു ചിത്രം വരയ്ക്കുകയാണ്. ഈ ഒരു ചിത്രത്തെ കുറിച്ച് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. എന്താണ് ഈ ഒരു ചിത്രം? കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, ഇതൊരു ത്രികോണമാണ്. ഈ ഒരു ത്രികോണത്തിന് ഒരു പ്രത്യേക പേര് നമ്മൾ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. അതെന്തായിരുന്നു? അതെ, മട്ട ത്രികോണം. ഈ ഒരു ത്രികോണത്തിനെ നമ്മൾ മട്ട ത്രികോണം എന്നാണ് വിളിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും ഈ ഒരു ത്രികോണത്തെ മട്ട ത്രികോണം എന്ന് വിളിക്കുന്നത്? ഒരു കോണ് 90 ഡിഗ്രി ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ത്രികോണത്തെ മട്ട ത്രികോണം എന്ന് വിളിക്കുന്നത്. ഈ ഒരു ത്രികോണത്തിന്റെ കുറച്ച് പ്രത്യേകതകൾ, അല്ലെങ്കിൽ ഈ ത്രികോണത്തിന് മാത്രം നമ്മൾ ചെയ്യുന്ന കുറച്ച് സിദ്ധാന്തങ്ങളും പ്രമാണങ്ങളുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പൈതഗോറസ് സിദ്ധാന്തം എന്താണ്. എന്താണ് ഒരു പൈതഗോറസ് സിദ്ധാന്തം? പൈതഗോറസ് സിദ്ധാന്തം എന്താണ്? പൈതഗോറസ് സിദ്ധാന്തം നമുക്കറിയാം, ഒരു മട്ട ത്രികോണത്തിൽ മാത്രമാണ് നമ്മൾ പൈതഗോറസ് സിദ്ധാന്തം പറയുന്നത്, ആണല്ലോ. ഈ ഒരു മട്ട ത്രികോണത്തിന് വശങ്ങളെ നമ്മൾ എന്താണ് കർണമെന്നും, ഈ ഒരു വശത്തെ പാദമെന്നും, ഈ ഒരു വശത്തെ ലംബം എന്നുമാണ് വിളിക്കുന്നത്. അതിന് മട്ട ത്രികോണത്തിന് പാദം, ലംബം, കർണം എന്നീ വശങ്ങളാണ് ഉള്ളത്. ഈ വശങ്ങളെ കണക്ട് ചെയ്തുകൊണ്ടാണ് നമുക്കൊരു പൈതഗോറസ് സിദ്ധാന്തം ഉള്ളത്. എന്തായിരുന്നു? കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ, ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അറിയാലോ, നിങ്ങൾക്ക് എല്ലാവരും പഠിച്ചിട്ടുണ്ട് എന്താണ് ഒരു മട്ട ത്രികോണം എന്ന് നമുക്കറിയാം. പൈതഗോറസ് സിദ്ധാന്തം എന്താണെന്നും അറിയാം. കർണം സ്ക്വയർ ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ഇത് നമ്മൾ നമ്മുടെ ക്ലാസ്സുകളിൽ പഠിച്ച കാര്യമാണ്. പക്ഷേ ഇതിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് USSൽ വരുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ആയ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇതിൽ എങ്ങനെയാണ് വരുന്നതെന്നൊന്ന് ഡിസ്കസ് ചെയ്യാം. ഒരു മട്ട ത്രികോണം വരയ്ക്കുകയാണ്. ഈ ഒരു മട്ട ത്രികോണത്തിന്റെ ഈ ഒരു വശം 3 സെന്റിമീറ്ററും ഈ ഒരു വശം 4 സെന്റിമീറ്ററും ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കർണം എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഹൈപ്പോട്ടന്യൂസ് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. എങ്ങനെ സാധിക്കും? പൈതഗോറസ് സിദ്ധാന്തം യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് പൈതഗോറസ് സിദ്ധാന്തം ഒന്നും കൂടി നമുക്കൊന്ന് എഴുതാം. കർണം സ്ക്വയർ ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ഓക്കെ, ഇതിൽ പാദം എത്രയാണ് വന്നിട്ടുള്ളത്? 3 സെന്റിമീറ്റർ. അപ്പോ 3 സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ 4 സ്ക്വയർ. 4 സ്ക്വയർ ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? 9 പ്ലസ് 16 25 എന്ന് നമുക്ക് എന്ത് കിട്ടും? കർണം സ്ക്വയർ ആണ് നമുക്ക് കിട്ടുന്നത്. അതായത് നമ്മുടെ കർണമല്ല, കർണത്തിന്റെ സ്ക്വയർ ആണ്. നമുക്ക് വർഗ്ഗമൂലം കണ്ടുപിടിക്കാനും നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പൊ കർണം എത്രയാണ്? വർഗ്ഗമൂലം വരുമ്പോൾ 25ന്റെ വർഗ്ഗമൂലം √25 ഈക്വൽ ടു എത്രയാണ്? 5 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. അപ്പൊ നമ്മുടെ കർണത്തിന്റെ എത്രയാണ്? 5 സെന്റിമീറ്റർ ആണ് നമുക്ക് കർണം ലഭിക്കുന്നത്. ഒരു മട്ട ത്രികോണത്തിന്റെ ഒരു വശം 6 സെന്റിമീറ്ററും ഒരു വശം 10 സെന്റിമീറ്ററും ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു വശം കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ഒരു വശം എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു മട്ട ത്രികോണത്തെ സംബന്ധിച്ചിടത്തോളം ഇത് അതിന്റെ ലംബമാണ്. ലംബം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ പൈതഗോറസ് സിദ്ധാന്തം തന്നെ ഉപയോഗിക്കാം. എങ്ങനെയാണ്? കർണം സ്ക്വയർ ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആണ് നമ്മുടെ എന്ത്? പൈതഗോറസ് സിദ്ധാന്തം. ഇതിനെ ലംബം സ്ക്വയർ ഈക്വൽ ടു എന്ന് പറഞ്ഞ് ഈ ഒരു സമവാക്യത്തെ മാറ്റി എഴുതിയാൽ മതി. എങ്ങനെ എഴുതാം അതിനെ? ലംബം സ്ക്വയർ ഈക്വൽ ടു കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് കണ്ടുപിടിക്കാലോ. അതെ, സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. 10 സ്ക്വയർ മൈനസ് 6 സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം. 10 സ്ക്വയർ മൈനസ് 6 സ്ക്വയർ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ 100 മൈനസ് 36 which is equal to 64. 64 എന്നാണ് നമ്മുടെ ലംബം സ്ക്വയർ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ലംബം എത്ര കിട്ടും? ലംബം ഈക്വൽ ടു വർഗ്ഗമൂലമാണ് 64ന്റെ വർഗ്ഗമൂലം √64 8 എന്ന് നമുക്ക് കിട്ടും. അപ്പൊ നമ്മുടെ ലംബം എത്രയാണ്? 8 എന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. മറ്റൊരു ചോദ്യത്തിലേക്ക് പോവാണ്.
നമ്മൾ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ കൺഫ്യൂഷൻ അടുപ്പിക്കാനായിട്ട് എല്ലാ എക്സാമിനും കാണുന്നത്. അങ്ങനത്തെ ഒരു ചോദ്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു ഏണി ചുമരുമ ചാരി വെച്ചിരിക്കുകയാണ്. ആ ഏണിയുടെ നീളം എന്ന് പറയുന്നത് 25 മീറ്റർ ആണ്. ഏണിയുടെ നീളം എന്ന് പറയുന്നത് 25 മീറ്റർ ആണ്. ആ ഏണി ചുമരിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് ആണ്? ചുമരിൽ നിന്നുള്ള ദൂരം. ചുമരിൽ നിന്നുള്ള ദൂരം എന്ന് പറയുന്നത് 7 സെന്റിമീറ്റർ ആണ്. 7 സെന്റിമീറ്റർ ആണ്. നിങ്ങൾക്ക് മനസ്സിലായോ? നമുക്ക് എന്ത് ചെയ്യാം? ഒരു ചിത്രം വരച്ച് നോക്കാം അല്ലെ? ഇതാണ് നമ്മുടെ ചുമര്. ഈ ചുമരിലെ എന്ത് ചാരി വെച്ചിരിക്കുകയാണ്? ഒരു ഏണി ചാരി വെച്ചിരിക്കുകയാണ്. ഇത് നമ്മുടെ ഗ്രൗണ്ട് ആണ്. ഒരു ഏണി ചാരി വെച്ചിരിക്കുന്നു. ചുമരിൽ ഒരു ഏണി ചാരി വെച്ചിട്ടുണ്ട്. നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? ഏണിയുടെ നീളം എന്ന് പറയുന്നത് 25 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ദൂരം തന്നിട്ടുണ്ട്. ചുമരിൽ നിന്നും ഏണിയുടെ താഴ്ഭാഗത്തേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 7 മീറ്റർ ആണെന്നും തന്നിട്ടുണ്ട്. 7 മീറ്റർ ആണെന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഏണിയുടെ മുകളറ്റവും താഴ്ഭാഗം വരെയുള്ള ദൂരം അല്ലെങ്കിൽ ഉയരം എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അതായത് ഈ ഒരു ഉയരമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത്. നിങ്ങൾക്ക് ഇങ്ങനെ വായിച്ചപ്പോ നിങ്ങൾക്ക് എന്താ സംഭവം എന്ന് മനസ്സിലായിണ്ടാവില്ല. പക്ഷെ അതൊരു ചിത്രത്തിലേക്ക് നമ്മൾ വരച്ചപ്പോ എങ്ങനെയാണ്? ഇതൊരു മട്ട ത്രികോണത്തിന്റെ ആകൃതിയിലാണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ പൈതഗോറസ് സിദ്ധാന്തം വെച്ചിട്ട് എന്ത് ചെയ്യാം? സിമ്പിൾ ആയിട്ട് ഇത് കണ്ടുപിടിക്കാം. ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് എന്താ അറിയാത്തെ? ലംബമാണ് അറിയാത്തത്. ലംബം എന്താണെന്നാണ് നമുക്ക് അറിയാത്തത്. ലംബത്തെ കുറിച്ച് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പൊ നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത്? ലംബമാണ് കണ്ടുപിടിക്കാനുള്ളത്. നമുക്ക് പൈതഗോറസ് തിയറത്തിൽ നമുക്ക് അറിയാം എങ്ങനെയാണ് ലംബം കണ്ടുപിടിക്കേണ്ടത്. അതിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? പറഞ്ഞു. ലംബം സ്ക്വയർ ഈക്വൽ ടു കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ. ഓക്കെ, കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. ലംബം സ്ക്വയർ ഈക്വൽ ടു കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ. ഇതിലപ്പോ നമുക്ക് എങ്ങനെ കിട്ടും? നമ്മുടെ കർണം സ്ക്വയർ എത്രയാണ്? 25. 25 സ്ക്വയർ മൈനസ് 7 സ്ക്വയർ. നമുക്ക് എത്ര കിട്ടും? 25 മൈനസ് 49. നമുക്കൊന്ന് കുറച്ച് നോക്കാം അല്ലെ? 625 മൈനസ് 49. നമുക്ക് എങ്ങനെ കുറയ്ക്കുമ്പോ എത്ര കിട്ടും? ഇവിടെ നിന്ന് കടം വാങ്ങുന്നു 5, 504, 6, 586 നമുക്ക് ഉത്തരം കിട്ടും. 586 ഏതിന്റെ വർഗമാണ് എന്നാണ് നമുക്ക് അടുത്തതായിട്ട് നോക്കേണ്ടത്. ഏതിന്റെ വർഗമാണ്? അങ്ങനെ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഉയരം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ലംബം ഈക്വൽ ടു റൂട്ട് ഓഫ് 586. അത് എത്രയാണ് വരുന്നത്? 24ന്റെ വർഗമാണ് 586. അപ്പൊ നമ്മുടെ ഈ ഉയരം എത്രയാണ്? 24 എന്ന് നമുക്ക് കിട്ടും. മനസ്സിലായല്ലോ? എങ്ങനെയാണ്? ഏണിയുടെ നീളം 25 മീറ്ററിനും ചുമരിൽ നിന്നുള്ള ദൂരം 7 മീറ്ററിനുമാണ് നമുക്ക് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഉയരം കണ്ടുപിടിക്കാനായിരുന്നു ചോദ്യം. നമുക്ക് ഈ ചോദ്യം ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അതിനെ ഒരു ചിത്രത്തിലേക്ക് മാറ്റി. അപ്പൊ നമുക്ക് എന്ത് ചെയ്തു? സിമ്പിൾ ആയിട്ട് ഇത് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചു. നിങ്ങൾ ഏത് ചോദ്യം വന്നാലും ഇനി നിങ്ങൾക്ക് കണ്ടുപിടിക്കാലോ. ഓക്കെ, കണ്ടുപിടിക്കാം. ഇനി നമുക്ക് ഒരു വ്യത്യസ്ത രൂപത്തിലുള്ള ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്ക് എല്ലാ ചോദ്യങ്ങളും ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങളാണ് ഈ പൈതഗോറസ് തിയറത്തിന്റെ ഭാഗത്ത് നിന്ന് വരിക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കണം. അതിനുശേഷം അതിനൊരു ചിത്രത്തിലേക്ക് മാറ്റണം. അതിനുശേഷം മാത്രമേ നമ്മൾ ആ ഒരു ചോദ്യം എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് ചിന്തിക്കേണ്ടതുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറ്റും? നിങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ കിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നും. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? അതിനൊരു ചിത്രത്തിലേക്ക് മാറ്റണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടീച്ചർ ഇപ്പോൾ ഒരു ചോദ്യം പറയാം. നിങ്ങൾ അതൊരു ചിത്രത്തിൽ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. നിങ്ങൾ റോഡിലൂടെ പോകുമ്പോൾ നിങ്ങൾ എന്ത് കണ്ടിട്ടുണ്ട്? ഇലക്ട്രിക് പോസ്റ്റുകൾ കണ്ടിട്ടുണ്ട് അല്ലെ? അപ്പൊ 2 ഇലക്ട്രിക് പോസ്റ്റുകളാണ് ഉള്ളത്. 2 ഇലക്ട്രിക് പോസ്റ്റുകൾ ഉണ്ട്. ഒരു ഇലക്ട്രിക് പോസ്റ്റിന്റെ ഉയരം എന്ന് പറയുന്നത് 6 മീറ്റർ ആണ്. ഒരു ഇലക്ട്രിക് പോസ്റ്റിന്റെ ഉയരം എത്രയാണ്? 6 മീറ്റർ ആണ്. തൊട്ടടുത്തുള്ള ഒരു ഇലക്ട്രിക് പോസ്റ്റിന്റെ ഉയരം എന്ന് പറയുന്നത് 11 മീറ്റർ ആണ്. അവ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് 5 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 2 ഇലക്ട്രിക് പോസ്റ്റിന്റെയും മുകൾ ഭാഗങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കാം?
വ്യത്യാസം എങ്ങനെയാണ് നമുക്ക് ഒരു ചിത്രം നോക്കാം അല്ലെ. ടീച്ചർ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഒന്ന് ചിത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ഞാൻ ഒരു ഇലക്ട്രിക് പോസ്റ്റിന്റെ കാര്യം പറഞ്ഞു. 6 മീറ്റർ ഉള്ള ഒരു ഇലക്ട്രിക് പോസ്റ്റ് ആദ്യമുണ്ട്. പിന്നെ എത്രയായിരുന്നു പറഞ്ഞത്? 11 മീറ്റർ ഉള്ള മറ്റൊരു ഇലക്ട്രിക് പോസ്റ്റും ഉണ്ടെന്ന് പറഞ്ഞു. അതിന്റെ ഉയരം എത്രയായിരുന്നു? 11 ആയിരുന്നു നമുക്ക് അതിന്റെ ഉയരം എന്ന് പറയുന്നത്. ഇവ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് നമ്മൾ എത്രയാണ് പറഞ്ഞത്? 12 മീറ്റർ ആണ് പറഞ്ഞത്. ഒരു ഇലക്ട്രിക് പോസ്റ്റ് 6 മീറ്റർ, മറ്റൊരു ഇലക്ട്രിക് പോസ്റ്റ് 11 മീറ്റർ. ഇവ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് 12 മീറ്റർ ആണ്. ഇങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ള ചോദ്യം എന്താണ്? ഇവയുടെ മുകളറ്റങ്ങൾ തമ്മിലുള്ള ദൂരം എത്രയാണെന്നാണ്. അതായത് ഈ മുകളറ്റങ്ങൾ തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, ഏറ്റവും ചെറിയ ദൂരം എത്രയാണെന്നാണ് നമുക്ക് അറിയേണ്ടത്. ഏറ്റവും ചെറിയ ദൂരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ വരച്ചാൽ മതി. ഇതാണ് നമ്മുടെ ഏറ്റവും ചെറിയ ദൂരം. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത്. ഇതെങ്ങനെ കണ്ടുപിടിക്കാം? ടീച്ചർ പറഞ്ഞു ഏതൊരു ചോദ്യത്തെയും ചിത്രത്തിലാക്കി കഴിഞ്ഞാൽ അതൊരു മട്ടത്രികോണം കിട്ടും. അപ്പൊ നിങ്ങൾക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാന്. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ ഒരു മട്ടത്രികോണം കിട്ടിയോ? ഇല്ല, ഇതിനൊരു മട്ടത്രികോണം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇതൊരു ക്വാഡ്രിലാറ്ററൽ മാത്രമേ ആയിട്ടുള്ളൂ. ഇതിനെങ്ങനെ മട്ടത്രികോണമാക്കി നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാം? നിങ്ങളൊന്ന് നോക്കി നോക്കിയേ. ഈ ചിത്രത്തിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ഒരു ലൈൻ ഇവിടെ വരച്ചു എന്ന് വിചാരിക്കാം. അപ്പൊ ഇവിടെ ഒരു മട്ടത്രികോണം ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ എന്തുണ്ട്? ഇവിടെ ഒരു ചതുരമുണ്ട്. ഇവിടെ ഒരു മട്ടത്രികോണം കിട്ടിയിട്ടുണ്ട്. ഇതൊരു ചതുരമാണ്. ഇതിന് പാരലൽ ആയിട്ടാണ് ഇവിടെ ഒരു ലൈൻ നമ്മൾ വരച്ചിട്ടുള്ളത്. അപ്പൊ ഇത് എത്ര തന്നെയാണ്? 12 മീറ്റർ തന്നെയാണ്. ഇതൊരു മട്ടത്രികോണമാണ്. ഈ മട്ടത്രികോണത്തിന്റെ ഒരു വശമാണ്, അതായത് പാദമാണ് 12 മീറ്റർ. ഈ ഒരു ഭാഗം നമുക്ക് കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? നിങ്ങൾക്ക് ചിത്രം കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? നമുക്ക് കിട്ടാൻ സാധിക്കും അല്ലെ. ഇവിടെ 6 മീറ്റർ ആണ്. അപ്പൊ ഇതും പാരലൽ ആയിട്ടാണ്. കാരണം ഇതൊരു ചതുരമാണ്. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. ഒരു ചതുരത്തിന്റെ എതിർവശങ്ങൾ തുല്യമാണ്. അപ്പൊ ഇതെന്താണ്? 6 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 11ൽ നിന്ന് 6 കുറച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം കിട്ടും. എത്രയാണ് അത് വരിക? 5 മീറ്റർ എന്ന് നമുക്ക് കിട്ടും. ക്ലിയർ ആണല്ലോ? ഈ 11 ആണ് ടോട്ടല്. 6 + 5 11 ആണ്. ഇവിടെ 6 ആണ്. ഇതൊരു ചതുരമാണ്. ചതുരത്തിന്റെ എതിർവശങ്ങൾ എന്താണ്? തുല്യമാണ്. അതുകൊണ്ട് ഇവിടെയും 6 വന്നു. അപ്പൊ ഇവിടെ ബാക്കി 5 വന്നു. നമ്മുടെ ഈ മട്ടത്രികോണത്തിന്റെ 2 വശങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 2 വശങ്ങൾ കിട്ടിയിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? അതിന്റെ കർണമാണ് കണ്ടുപിടിക്കേണ്ടത്. കർണം കണ്ടുപിടിച്ചാൽ നമുക്ക് നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരമായി. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാൻ? എന്ത് ചെയ്താൽ മതി? കർണം സ്ക്വയർ ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കിയേ. എന്തായിരിക്കും നമ്മുടെ ഈ ഒരു വാല്യൂ വരിക, അല്ലെങ്കിൽ കർണം എത്രയാണ് വരിക എന്ന് കണ്ടുപിടിച്ച് നോക്കിയേ. നമുക്ക് ഒരുമിച്ച് കണ്ടുപിടിക്കാം അല്ലെ. നമുക്ക് കർണം സ്ക്വയർ കണ്ടുപിടിക്കണം. കർണം സ്ക്വയർ ഞാൻ x എന്ന് വിളിക്കാണ്. ആ ഇക്വേഷൻ വീണ്ടും എഴുതണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് x എന്ന് വിളിച്ചിരുന്നത്. x സ്ക്വയർ ഈക്വൽ ടു പാദം സ്ക്വയർ. ഇവിടെ പാദം എത്രയാണ്? 12 ആണ് അല്ലേ. ഓക്കെ, 12 സ്ക്വയർ പ്ലസ് ഇവിടെ എത്രയാണ്? ലംബം എത്രയാണ്? 5 സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം. 12 സ്ക്വയർ എത്രയാണ്? 144 പ്ലസ് 5 സ്ക്വയർ 25. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടും? 169. 169 ആണ് നമ്മുടെ കർണം സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ കർണം എത്ര കിട്ടും? √169 ഈക്വൽ ടു 13 എന്ന് നമുക്ക് കിട്ടും. അപ്പൊ നമ്മുടെ ഈ ഒരു മുകളറ്റങ്ങൾ തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് എത്രയാണ്? 13 എന്ന് നമുക്ക് കിട്ടും. ക്ലിയർ ആണോ? നമുക്ക് ഇങ്ങനെ ഒരു ആദ്യം ഒരു ചിത്രം കണ്ടപ്പോ എങ്ങനെയായിരുന്നു നമ്മൾ ആദ്യത്തെ ചിത്രം അല്ലെ? ഇങ്ങനെ കണ്ടപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല? ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? ഒരു ഇമാജിനറി ആയിട്ട് ഒരു ലൈൻ വരച്ചു. അപ്പൊ നമുക്ക് നമ്മുടെ മട്ടത്രികോണം കണ്ടുപിടിക്കാൻ സാധിച്ചു. മട്ടത്രികോണത്തിൽ പാദം ലംബം ലഭിച്ചു. അപ്പൊ നമുക്ക് കർണം എന്ന് പറയുന്നതാണ് നമുക്ക് ആവശ്യമുള്ള ആ ഒരു ദൂരം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അത് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചു. ക്ലിയർ ആണല്ലോ? ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് നമുക്കൊരു ചിത്രത്തിലേക്ക് ഒരു ചോദ്യത്തെ മാറ്റുക എന്ന് മനസ്സിലായി. ആ ചിത്രത്തിൽ നിന്ന് എങ്ങനെ നമുക്കൊരു മട്ടത്രികോണത്തെ കണ്ടുപിടിക്കാം എന്നുള്ള ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കണം. ഓക്കെ, നമ്മളിപ്പോ എന്താണ് നോക്കിയത്? പൈതഗോറസ് തിയറം എന്താണെന്നാണ് നോക്കിയത്. എന്തായിരുന്നു നമ്മുടെ പൈതഗോറസ് തിയറം?
മട്ടത്രികോണങ്ങൾക്ക് മാത്രമാണ് നമ്മൾ പൈതഗോറസ് തിയറം പറയുന്നത്. അതെന്തായിരുന്നു? കർണം സ്ക്വയർ ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ഇതിൽ നിന്ന് നമ്മൾ രണ്ട് ഇക്വേഷനും കൂടി കണ്ടുപിടിച്ചല്ലേ? എന്തായിരുന്നു? ലംബം സ്ക്വയർ ഈക്വൽ ടു എന്ന് നമുക്ക് എങ്ങനെ എഴുതാം? കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ എന്ന് എഴുതാം. അതുപോലെ തന്നെ പാദത്തിനെ കുറിച്ച് നമുക്കൊരു ഇക്വേഷൻ എടുക്കാം. എങ്ങനെ? പാദം സ്ക്വയർ ഈക്വൽ ടു കർണം സ്ക്വയർ മൈനസ് ലംബം സ്ക്വയർ. ക്ലിയർ ആണല്ലോ? ഈ ഒരു മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ പൈതഗോറസ് തിയറത്തിൽ മറക്കാതെ ഓർത്തിരിക്കേണ്ടത്. അതുപോലെ തന്നെ ഒരു ചോദ്യത്തെ എങ്ങനെ ചിത്രത്തിലേക്ക് മാറ്റാം എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ചെയ്യണം. നിങ്ങൾക്ക് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് നമുക്ക് ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി. ഇനി നമ്മൾ നമ്മുടെ പൈതഗോറസ് തിയറത്തിനെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെറിയൊരു കാര്യം കൂടി പറയാൻ പോവാണ്. എന്താണ് പൈതഗോറസ് ത്രയങ്ങൾ എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. പൈതഗോറസ് ട്രിപ്ലെറ്റ്സ് അല്ലെങ്കിൽ പൈതഗോറസ് ത്രയങ്ങൾ. പൈതഗോറസ് ട്രിപ്ലെറ്റ്സ് അല്ലെങ്കിൽ പൈതഗോറസ് ത്രയങ്ങൾ എന്ന് പറയാം. പൈതഗോറസ് ത്രയങ്ങൾ. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു കാര്യം എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് ഒരു സംഖ്യനെ നമ്മളൊരു പൈതഗോറസ് തിയറം വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഒരു ഈ സൈഡുകൾ ഞാൻ തരാണ് കേട്ടോ. 4, 5 എന്ന് ഞാൻ തന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയാണ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നേ? ലംബം സ്ക്വയർ ഈക്വൽ ടു കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ. അങ്ങനെ കിട്ടുമ്പോൾ എന്ത് കിട്ടും? 5 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ 25 മൈനസ് 16 9 എന്ന് കിട്ടും. അതായത് ലംബം എന്ന് പറയുന്നത് 3 എന്ന് കിട്ടും അല്ലെ? ലംബം എന്ന് പറയുന്നത് എന്താണ്? √9 ആണ്. അതായത് 3 എന്ന് കിട്ടും. 3, 4, 5 എന്നിവയാണ് നമ്മുടെ ഒരു മട്ടത്രികോണത്തിന്റെ വശങ്ങൾ. ഈ പൈതഗോറസ് സിദ്ധാന്തം സാറ്റിസ്ഫൈ ചെയ്യുന്ന 3 വശങ്ങളാണ് 3, 4, 5. ഇതിനെയാണ് നമ്മൾ പൈതഗോറസ് ട്രിപ്ലെറ്റ്സ് അല്ലെങ്കിൽ പൈതഗോറസ് ത്രയങ്ങൾ എന്ന് പറയുന്നത്. അതിലൊരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൈതഗോറസ് സിദ്ധാന്തം എന്തായിരുന്നു? കർണം സ്ക്വയർ ഈക്വൽ ടു ലംബം സ്ക്വയർ പ്ലസ് പാദം സ്ക്വയർ അല്ലേ? നമുക്ക് വേറെ ഇത് എഴുതാം. എക്സ് വെച്ചിട്ട് എഴുതാണെങ്കിൽ എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ ഈക്വൽ ടു വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ എന്ന് എഴുതാം. രണ്ട് എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുകയായി മറ്റൊരു എണ്ണൽ സംഖ്യയുടെ വർഗത്തെ എഴുതാൻ സാധിക്കുകയാണെങ്കിൽ ആ 3 സംഖ്യകളെയാണ് നമ്മൾ പൈതഗോറസ് ത്രയങ്ങൾ എന്ന് പറയുന്നത്. എന്താണ്? രണ്ട് സംഖ്യകളെ അവയുടെ വർഗങ്ങളുടെ തുകയായി മറ്റൊരു പൂർണ്ണവർഗ സംഖ്യയെ എഴുതാൻ സാധിക്കുകയാണെങ്കിൽ ആ 3 സംഖ്യകളെ നമ്മൾ പൈതഗോറസ് ത്രയങ്ങൾ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് പൈതഗോറസ് ത്രയങ്ങൾ കണ്ടുപിടിക്കാനുള്ള കുറച്ച് രീതികൾ നമുക്ക് നോക്കാം. പൈതഗോറസ് ത്രയങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഒരു രീതിയാണ് ആദ്യം പറയുന്നത്. ഒന്നാമത്തെ ഒരു രീതി, എമ്മും എന്നും നമ്മുടെ രണ്ട് എണ്ണൽ സംഖ്യകളാണ് എന്ന് കരുതുക. എമ്മും എന്നും രണ്ട് എണ്ണൽ സംഖ്യകളാണെങ്കിൽ m സ്ക്വയർ പ്ലസ് n സ്ക്വയർ, m സ്ക്വയർ മൈനസ് n സ്ക്വയർ, 2mn ഇവ മൂന്നും കൂടിയാൽ എന്താവും? ഒരു പൈതഗോറസ് ത്രയമാവും. ഓക്കെ, എമ്മും എന്നും ഏതെങ്കിലും രണ്ട് എണ്ണൽ സംഖ്യകളാണെങ്കിൽ m സ്ക്വയർ പ്ലസ് n സ്ക്വയർ, m സ്ക്വയർ മൈനസ് n സ്ക്വയർ, 2mn എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു പൈതഗോറസ് ത്രയമായിരിക്കും. നമുക്കൊരു സംഖ്യ ഇട്ട് കൊടുക്കാം അല്ലെ? എമ്മിന് ഞാൻ 1 എന്ന വാല്യൂ കൊടുത്തു, എന്നിന് ഞാൻ 2 എന്ന വാല്യൂ കൊടുത്തു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എങ്ങനെ കിട്ടും? m സ്ക്വയർ പ്ലസ് n സ്ക്വയർ, 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 പ്ലസ് 4 5 എന്ന് കിട്ടും. 5 ഇവിടെ എന്താണ്? 1 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ, അതായത് 3 ആണ് നമുക്ക് വരുന്നത്. 3 എന്ന് നമുക്ക് കിട്ടും. ഇവിടെയോ 2 × 1 × 2 4. ഇതൊരു പൈതഗോറസ് ത്രയമാണല്ലോ. 3
3, 4, 5 എന്നത് ഒരു പൈതഗോറസ് ത്രയമാണ് എന്ന് നമ്മൾ തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ എന്താണ് ഒരു കണ്ടുപിടിക്കാനുള്ള പൈതഗോറസ് ത്രയങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഒരു വഴിയാണ് എന്ത് എമ്മും എന്നും രണ്ട് എണ്ണൽ സംഖ്യകളാണെങ്കിൽ m സ്ക്വയർ പ്ലസ് n സ്ക്വയർ m സ്ക്വയർ മൈനസ് n സ്ക്വയർ 2mn എന്നിവ പൈതഗോറസ് ട്രിപ്ലറ്റ്സ് ആയിരിക്കും അല്ലെങ്കിൽ പൈതഗോറസ് ത്രയങ്ങൾ ആയിരിക്കും. ഓക്കെ, ഈ ഒരു രീതി നമ്മൾ പഠിച്ചു. ഇനി മറ്റൊരു രീതി എന്ന് പറയുന്നത് ഏതെങ്കിലും രണ്ടാമത്തെ രീതിയാണ് കേട്ടോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണേ. രണ്ടാമത്തെ ഒരു രീതി ഏതെങ്കിലും ഒരു ഒറ്റ സംഖ്യ നമ്മളിപ്പോ ഒരൊറ്റ സംഖ്യ എന്ന് പറയുമ്പോൾ 3 എന്ന് എടുത്തു വിചാരിക്കുക. ഈ ഒരൊറ്റ സംഖ്യയുടെ വർഗം എന്ന് പറയുന്നത് വർഗം എത്രയാണ്? 9. 9നെ തുടർച്ചയായ രണ്ട് എണ്ണൽ സംഖ്യകളുടെ തുകയായിട്ട് എഴുതാൻ സാധിക്കുമോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഒരൊറ്റ സംഖ്യ എടുത്തു, അതിന്റെ വർഗം അതായത് 9. 9നെ തുടർച്ചയായ രണ്ട് എണ്ണൽ സംഖ്യകളുടെ തുകയായിട്ട് എഴുതാൻ സാധിക്കുമോ? ഏതെങ്കിലും രണ്ട് തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ 4 + 5 എത്രയാണ്? 9 ആണല്ലേ. 9, 4, 5 ആണല്ലോ അല്ലെ. 9നെ നമുക്ക് 4 + 5 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ 3, 4, 5 എന്നിവ എന്താണ്? പൈതഗോറസ് ത്രയങ്ങളാണ്. നമ്മൾ ഇപ്പൊ തന്നെ നോക്കിയ സെയിം എണ്ണൽ സംഖ്യയാണ്, ത്രയമാണ് നമുക്ക് കിട്ടിയത്. മറ്റൊരു കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എങ്ങനെയാണ് ചെയ്തതെന്ന് ഓർമ്മ വന്നോ? ഒരു ഒറ്റ സംഖ്യയെ എടുക്കുന്നു, ഒറ്റ സംഖ്യയുടെ വർഗത്തെ നോക്കുന്നു. ഈ ഒരു 3, 4 സംഖ്യയുടെ വർഗം എത്രയാണ്? 9 ആണ്. 9നെ തുടർച്ചയായ രണ്ട് എണ്ണൽ സംഖ്യകളുടെ തുകയായിട്ട് എഴുതാൻ സാധിക്കണം. അപ്പൊ എങ്ങനെയാണ്? 4 + 5 എന്ന് എഴുതാം. 3, 4, 5. അപ്പൊ എന്തായിരിക്കും? ഒരു പൈതഗോറസ് ത്രയമായിരിക്കും. മറ്റൊരു എണ്ണൽ സംഖ്യ പറഞ്ഞോ? 7 മറ്റൊരു എണ്ണൽ സംഖ്യയല്ല, മറ്റൊരു ഒറ്റ സംഖ്യയാണ് ആണല്ലോ. 7 മറ്റൊരു ഒറ്റ സംഖ്യയാണ്. 7ന്റെ എന്താണ് കണ്ടുപിടിക്കണം? ആദ്യം വർഗം കണ്ടുപിടിക്കണം. 7ന്റെ വർഗം എത്രയാണ്? 49 ആണ്. അടുത്തായിട്ട് നമ്മൾ നോക്കേണ്ട സ്റ്റെപ്പ് എന്താണ്? 49നെ ഏതെങ്കിലും തുടർച്ചയായ എണ്ണൽ സംഖ്യയുടെ തുകയായിട്ട് എഴുതാൻ സാധിക്കുമോ എന്ന് നോക്കണം. സാധിക്കുമോ എന്ന് നോക്കി. 49നെ ഇതുപോലെ ഇപ്പൊ 9നെ 4 + 5 എഴുതി. അതുപോലെ 49നെ തുടർച്ചയായ ഏതെങ്കിലും രണ്ട് എണ്ണൽ സംഖ്യയുടെ തുകയായിട്ട് എഴുതാൻ സാധിക്കുന്നുണ്ടോ? സാധിക്കില്ലേ. എങ്ങനെയൊക്കെ എഴുതാം? 24 + 25 എത്രയാണ്? 49 ആണ്. 24 + 25 എന്താണ്? തുടർച്ചയായ എണ്ണൽ സംഖ്യകളാണ്. അവയുടെ തുക 49 ആണ്. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെയാണ് നമ്മുടെ ത്രയങ്ങൾ വരുന്നത്? 7, 24, 25 എന്നിവ എന്താണ്? നമ്മുടെ മറ്റൊരു പൈതഗോറസ് ത്രയമാണ്. ക്ലിയർ ആയോ? 7, 24, 25 എന്നിവ നമ്മുടെ മറ്റൊരു പൈതഗോറസ് ത്രയമാണ്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ രീതി. ആദ്യത്തെ രീതി നമ്മൾ പറഞ്ഞു എമ്മും എന്നും നമ്മുടെ എണ്ണൽ സംഖ്യകളാണെങ്കിൽ m സ്ക്വയർ പ്ലസ് n സ്ക്വയർ m സ്ക്വയർ മൈനസ് n സ്ക്വയർ 2mn എന്ന് പറയുന്നത് പൈതഗോറസ് ത്രയമായിരിക്കും. രണ്ടാമതൊരു രീതിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒരൊറ്റ സംഖ്യയുടെ വർഗത്തെ രണ്ട് തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുകയായി എഴുതാൻ സാധിക്കുകയാണെങ്കിൽ അവ മൂന്നും ഒരു പൈതഗോറസ് ത്രയമായിരിക്കും. ഓക്കെ, നമ്മുടെ മൂന്നാമത്തെ രീതിയുള്ളത് പറഞ്ഞു. മൂന്നാമത്തെ രീതിയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോണേ. നമുക്ക് രണ്ട് എണ്ണൽ സംഖ്യകൾ ഒന്നിടവിട്ട് രണ്ട് എണ്ണൽ സംഖ്യകൾ എടുക്കാണ്. ഒരു ഒന്നിടവിട്ട് എന്ന് പറയുമ്പോൾ ഞാൻ എന്തെടുക്കാണ്? 4 എടുത്തു എന്ന് വിചാരിക്കും. ഒരു എണ്ണൽ സംഖ്യ 4 എടുത്തെങ്കിൽ അടുത്ത എണ്ണൽ സംഖ്യ എന്തെടുക്കണം? ഒന്നിടവിട്ട് 5നെ കളഞ്ഞ് 6 എടുത്തു. 4, 6 എന്നുള്ള രണ്ട് എണ്ണൽ സംഖ്യകൾ എടുത്തു. എന്താണ് ഇവര് പ്രത്യേകത എടുക്കുന്നത്? ഒന്നിടവിട്ട് എണ്ണൽ സംഖ്യകളായിരിക്കണം. ഈ ഒന്നിടവിട്ട് എണ്ണൽ സംഖ്യകളിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പോവാണ്? പൈതഗോറസ് ത്രയം കണ്ടുപിടിക്കാണ് ആണ്. ഓക്കെ, ത്രയം എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് എത്ര വേണം? 3 എണ്ണം വേണം കേട്ടോ. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ എങ്ങനെയാണെന്ന് വെച്ചാൽ 4 + 6 10. 4 + 6 എത്രയാണ്? 10. 4 × 6 ഇവരുടെ ഗുണനഫലം എത്രയാണ്? 24. ഇനി നമ്മുടെ ഈ ഗുണനഫലത്തോട് കൂടെ ഞാനൊരു 2 കൂടി ചേർക്കാണ്, 2 കൂടി ഗുണിക്കുകയാണ്. ഗുണനഫലത്തോട് കൂടി 2 കൂടി കൂട്ടുകയാണ് ചെയ്യുന്നത്. സോറി, ഗുണനഫലത്തോട് എന്താണ്? 2 എന്ന സംഖ്യ കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്താണ്? 24 + 2 കിട്ടും, അതായത് 26. എന്തൊക്കെയാ ചെയ്ത്? ആദ്യം അവയെ തുക കണ്ടുപിടിച്ചു, പിന്നെ ഗുണനഫലം കണ്ടുപിടിച്ചു, ഗുണനഫലത്തോട് കൂടി ഒരു 2 കൂട്ടി.
ഈ 10, 24, 26 എന്ന് പറയുന്നത് എന്താണ്? ഒരു പൈതഗോറസ് ത്രയമാണ്. എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കണേ? ഒന്നും ചെയ്തില്ല, ഏതോ ഒന്നിടവിട്ട രണ്ട് എണ്ണൽ സംഖ്യകൾ എടുത്തു, അവയുടെ തുക, അവയുടെ ഗുണനഫലം, ഗുണനഫലത്തോടു കൂടി രണ്ട് കൂട്ടുന്നതും ഇവ മൂന്നും ചേർന്നാൽ എന്താവും? ഒരു പൈതഗോറസ് ത്രയമാവും. അപ്പൊ മറ്റൊരു സംഖ്യ നോക്കിയാലോ? 2 എടുത്തു എന്ന് വിചാരിക്കാം. 2ന്റെ കൂടെ നമുക്ക് അടുത്തെടുക്കാൻ പറ്റും എന്തായിരിക്കും? 4. 2ഉം 4ഉം എടുത്തു. അങ്ങനെയാണെങ്കിൽ ഇവരിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്ന പൈതഗോറസ് ത്രയം എന്തായിരിക്കും? 2 + 4 8, പിന്നെ 2 + 4 6, 2 × 4 എത്രയാണ്? 8. ഇവരുടെ കൂടെ എന്ത് കൂടി കൂട്ടണം? 8ന്റെ കൂടെ ഒരു 2 കൂടി കൂട്ടാൻ പറഞ്ഞു. 10. 6, 8, 10 എന്നത് എന്താണ്? ഒരു പൈതഗോറസ് ത്രയമാണ്. സംശയമുണ്ടോ? 6, 8, 10 ഒരു പൈതഗോറസ് ത്രയമാണ് എന്ന് സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ നോക്ക്. 10² = 8² + 6² ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. 10² എന്ന് പറഞ്ഞാൽ 8² എന്ന് പറഞ്ഞാൽ എത്രയാണ്? 64. 6² എത്രയാണ്? 36. എത്രയാണ്? 100 അല്ലേ കിട്ടുന്നേ? ഓക്കെ, അതൊരു ത്രയമാണെന്ന് ഉറപ്പായില്ലേ? അപ്പൊ എന്താണ്? ഒരു ഒന്നിടവിട്ട് രണ്ട് എണ്ണൽ സംഖ്യകളുടെ തുക, ഗുണനഫലം, ഗുണനഫലത്തോടു കൂടി രണ്ട് കൂടി കൂട്ടുന്ന ആ 3 സംഖ്യകൾ എന്താണ്? പൈതഗോറസ് ത്രയങ്ങളാണ്. അപ്പൊ നമ്മൾ 3 രീതികളാണ് മനസ്സിലാക്കിയത്. എങ്ങനെയായിരുന്നു? ഏതൊക്കെയായിരുന്നു നമ്മുടെ 3 രീതികള്? ഒന്നുകൂടി നമുക്കൊന്ന് ഓർത്തു പോവാം. എന്തായാലും നമ്മുടെ പൈതഗോറസ് ത്രയങ്ങളുടെ 3 രീതികള്. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് എമ്മും എന്നും ഏതെങ്കിലും രണ്ട് എണ്ണൽ സംഖ്യകളാണെങ്കിൽ അവയുടെ m² + n², m² - n², 2mn എന്നിവ എന്താണ്? ഒരു പൈതഗോറസ് ട്രിപ്ലറ്റ് ആണ്. രണ്ടാമത്തെ രീതി എന്തായിരുന്നു? ഒരു ഒറ്റ സംഖ്യയെ, ഓഡ് നമ്പറിന്റെ ആണ് കേസ് ആണ് നമ്മൾ പറഞ്ഞത്. ഓഡ് നമ്പറിന്റെ ഒറ്റ സംഖ്യയുടെ വർഗത്തെ രണ്ട് തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുകയായി എഴുതാൻ സാധിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു? അവ മൂന്നും എന്തായിരിക്കും? ഒരു പൈതഗോറസ് ത്രയമായിരിക്കും. മൂന്നാമത്തെ രീതി എന്തായിരുന്നു നമ്മുടെ? മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത് ഒന്നിടവിട്ട എണ്ണൽ സംഖ്യകളാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പൊ 4ഉം 6ഉം എടുത്തെന്ന് വിചാരിക്കും. ഒന്നിടവിട്ട എണ്ണൽ സംഖ്യകൾ എടുത്തു കഴിഞ്ഞാൽ അവയുടെ തുക, അവയുടെ ഗുണനഫലം, ഗുണനഫലത്തോടു കൂടെ രണ്ട് കൂടി ചേർക്കുക എന്നിവ എന്താണ്? ഒരു പൈതഗോറസ് ത്രയമായിരിക്കും. ഈ 3 രീതികൾ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് പൈതഗോറസ് തിയറത്തെ കുറിച്ച് ഏതൊരു ചോദ്യം വന്നാലും കണ്ടുപിടിക്കാലോ. എങ്ങനെ ആൻസർ ചെയ്യാം? പൈതഗോറസ് ത്രയത്തെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല നമുക്ക് വരിക. ഏതെങ്കിലും 3 സംഖ്യകൾ തന്നിട്ട് ആ പൈതഗോറസ് ത്രയമാണോ എന്ന് ചെക്ക് ചെയ്യാനാണ് വരിക. എങ്ങനെ ചെക്ക് ചെയ്താൽ മതി? നമ്മുടെ ഈ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് ഇന്നത്തെ നമ്മുടെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കണം. എന്താണ് പൈതഗോറസ് തിയറം എന്ന് നമ്മൾ പറഞ്ഞു, എന്താണ് പൈതഗോറസ് ത്രയങ്ങൾ എന്നും പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കുക. ഇതിന്റെ പ്രോബ്ലംസ് കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.